വരുന്ന 5 ദിവസം സംസ്ഥാനത്ത് മഴ തുടരും. പല പ്രദേശങ്ങളിലും മിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കർണാടക തീരത്തിനും മധ്യ കിഴക്കൻ അറബിക്കടലിനും മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. അടുത്ത 2 ദിവസങ്ങളിലായി പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിൽ മധ്യ കിഴക്കൻ അറബിക്കടലിന് മുകളിലൂടെ സഞ്ചരിക്കാൻ സാധ്യതയുള്ളതിനാൽ ആ ഭാഗങ്ങളിലേക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ലെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ലക്ഷദ്വീപ് പ്രദേശത്ത് മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. അതിനാൽ ഈ പ്രദേശത്ത് നാളെ വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് കനത്ത വിലക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ഫിഞ്ചാൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് കേരളത്തിൽ ശക്തമായ മഴയാണ് പെയ്തിറങ്ങിയത്. കൂടുതലും വടക്കൻ കേരളത്തിലാണ് അതിതീവ്ര മഴ ലഭിച്ചത്. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് 24 മണിക്കൂറിൽ പെയ്ത മഴയുടെ കണക്ക് പുറത്തുവിട്ടിരുന്നു. വിവിധയിടങ്ങളിൽ പേമാരി പെയ്തിറങ്ങിയെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ 8:30 വരെയുള്ള കണക്ക് പ്രകാരം 24 മണിക്കൂറിൽ വടക്കൻ കേരളത്തിൽ തീവ്ര മഴയാണ് ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. 2 ഇടത്ത് 350 മില്ലിമീറ്ററിലധികവും 71 100 മില്ലിമീറ്ററിലധികവുമാണ് മഴ പെയ്തിരിക്കുന്നത്. മഞ്ചേശ്വരത്തും ഉപ്പള്ളയിലുമാണ് 24 മണിക്കൂറിൽ 350 മില്ലിമീറ്ററിലധികം മഴ ലഭിച്ചത്. 378.2 മില്ലിമീറ്റർ മഴ ലഭിച്ച മഞ്ചേശ്വരത്താണ് ഇക്കാര്യത്തിൽ ഏറ്റവും മുന്നിൽ. ഉപ്പള്ളയിലാകട്ടെ 358 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. അതേസമയം മഴയും മൂടിക്കെട്ടിയ കാലാവസ്ഥയും വിളവെടുപ്പ് കാലത്ത് കർഷകർക്ക് വിനയാവുകയാണ്. ഡിസംബറിൽ പതിവില്ലാത്ത മഴയും മേഘാവൃതമായ അന്തരീക്ഷവും കാപ്പി നെൽ കർഷകരെയാണ് കൂടുതലായും ബാധിച്ചിരിക്കുന്നത്. നെല്ല് വിളഞ്ഞ് പലയിടത്തും കൊയ്യാൻ പാകമായിരിക്കുകയാണ്. കാപ്പിയുടെ പ്രധാന വിളവെടുപ്പും ഡിസംബറിലാണ്. ജില്ലയിൽ എല്ലായിടത്തും കഴിഞ്ഞ 2 ദിവസമായി മഴ ലഭിക്കുന്നുണ്ട്. കൂടാതെ വരുന്ന 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നതും നെൽകർഷകർക്ക് ഭീഷണിയാണ്. തിരുനെല്ലി ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു. വിളവ് കൊയ്തെടുക്കാറായ നെൽച്ചെടികൾ മഴയത്ത് വയലിൽ വീണു പോവുകയാണെന്ന് തിരുനെല്ലിയിലെ നെൽകർഷകർ പറയുന്നുണ്ട്. വെള്ളം കെട്ടിനിൽക്കുന്നത് കൊയ്ത്തിനും പ്രയാസമാവുകയാണ്. ചോമ, തൊണ്ടി, ഗന്ധകശാല വിത്തുകളാണ് ഇവിടെ നട്ടത്. മഴയത്ത് നെൽക്കതിരുകൾ വേഗം ചാഞ്ഞു വീഴും. മഴ തുടർന്നാൽ ഇവ പാടത്ത് മുളയ്ക്കാനും സാധ്യതയുണ്ടെന്ന് സന്തോഷ് പറയുന്നുണ്ട്. കൊയ്ത്ത് നടത്തിയാൽ കൊയ്ത്തിടുന്നവ വെയിലില്ലാത്തതിനാൽ എങ്ങനെ ഉണങ്ങുമെന്ന ആശങ്കയുമുണ്ട്. കാപ്പി നേരത്തെ പഴുക്കുന്നതിന് പിന്നാലെ ഡിസംബറിൽ കാലം തെറ്റിയ മഴ പെയ്യുന്നതും കാപ്പി കൃഷിക്ക് ദോഷം വരുത്തുകയാണ്. ഡിസംബറിലാണ് പ്രധാന വിളവെടുപ്പ് സമയമെങ്കിലും പല പ്രദേശങ്ങളിലും കാപ്പിക്കുരു നവംബറോടെ തന്നെ പഴുത്തു തുടങ്ങി. ഇവ വിളവെടുക്കുന്നതിനിടയിലാണ് മഴ പെയ്യുന്നത്. മഴയും ഈർപ്പമുള്ള കാലാവസ്ഥയുമായതിനാൽ കാപ്പി ഉണക്കാൻ കഴിയില്ലെന്നാണ് കർഷകർ പറയുന്നത്. മൂടിക്കെട്ടിയ അന്തരീക്ഷം തുടർന്നാൽ കാപ്പി പൂത്തുപോകും. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പല കാപ്പിത്തോട്ടങ്ങളിലും ഉൽപാദനവും കുറവാണ്. അതേസമയം ഫിഞ്ചാൻ ചുഴലിക്കാറ്റിനെ തുടർന്ന് ബംഗാൾ ഉൾക്കടൽ തീരത്ത് പെയ്ത തീവ്രമഴയിൽ തമിഴ്നാട്ടിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്ര തീരപ്രദേശങ്ങളിൽ മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും കർണാടകയിലെ വിവിധ ജില്ലകളിൽ ഇന്നലെയും മഴ കനത്തു. തമിഴ്നാട്ടിൽ വില്ലുപുരം, കടലൂർ, കല്ലക്കുറിച്ചി ജില്ലകൾ ഇന്നലെ ഒറ്റപ്പെട്ട മഴയുണ്ടായി. ഈ ജില്ലകളിൽ വെള്ളക്കെട്ടിന് അല്പം ശമനമുണ്ടായതായി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. വില്ലുപുരം, കടലൂർ, കള്ളക്കുറിച്ചി ജില്ലകളിൽ ദുരിതബാധിതർക്ക് അടിയന്തര സഹായമെത്തിക്കാൻ മുഖ്യമന്ത്രി MK സ്റ്റാലിനും നിർദ്ദേശം നൽകിയിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.